അൽഹംദുലില്ലാഹ് മാഷാ അല്ലാഹ്. 14 മുൻപ് ഈ സമയത്ത് ഹബീബ് ഭൂജാതരായി കഴിഞ്ഞു. പല അത്ഭുതങ്ങളും കണ്ടുകൊണ്ടിരിക്കുന്നു. അത്ഭുത ബാലനായി അല്ലാഹു തആല ആ ഹബീബിനെ 100% നമ്മുടെ ഇമാമുമാർ എങ്ങനെയാണോ അവിടുത്തെ ഫോളോ ചെയ്യാൻ പറഞ്ഞത് അങ്ങനെ ഇത്തിബാഅ് ചെയ്ത് നമുക്ക് ജീവിക്കാൻ പറ്റും. പക്ഷേ ഇത്തിബാഅ് കുറച്ച് റിസ്ക്കാണത്. നമ്മളെ കാമമോഹ ക്രോധാദികൾ അതൊക്കെ അമർത്തി വെച്ച് ഇത്തിബാഅ് അതിനാദ്യം മഹബത്തുണ്ടാക്കി തീർത്താലേ ഹബീബിനെ നല്ലോണം സ്നേഹിക്കുക. എന്നാൽ പിന്നെ ഇത്തിബാഅ് റിസ്ക്കില്ല. ആരും ബാക്കിൽ ഉന്തേണ്ട ആവശ്യമില്ല. അതങ്ങനെ നടന്നുകൊണ്ടേയിരിക്കും. മാഷാ അല്ലാഹ്. സ്നേഹം വന്നാൽ അങ്ങനെയുള്ളൂ. എൻ്റെ വാപ്പാക്ക് ഇഷ്ടമില്ലാത്തായിരുന്നു നമ്മൾ പറയില്ലേ, എൻ്റെ അമ്മാക്ക് ഇഷ്ടമില്ലാത്തായിരുന്നു, എൻ്റെ എനക്ക് ഇഷ്ടമില്ലാത്തായിരുന്നു, അതുകൊണ്ട് ചെയ്യില്ല. അതെന്തേ? എനക്ക് സ്നേഹിച്ചു, വാപ്പാനെ സ്നേഹിച്ചു. അതേപോലെ ഹബീബ് നല്ലോണ്ട് സ്നേഹിക്കുക. മാഷാ അല്ലാഹ്. എങ്ങനെ സ്നേഹിക്കൽ? നല്ലോണം സ്വലാത്ത് ചൊല്ലുക. റസൂലുള്ളാഹി തങ്ങളെ പറ്റി വായിക്കാൻ പറ്റിയൊക്കെ വായിക്കുക. മലയാളമാണെങ്കിൽ മലയാളം, അറബിയാണെങ്കിൽ അറബി. അങ്ങനെ വായിച്ചിട്ട് ഹബീബിനെ ഖൽബിൽ ഇറക്കുക. അപ്പോൾ പിന്നെ ഹബീബിന് ഇഷ്ടമുള്ളതേ ചെയ്യൂ. മാഷാ അല്ലാഹ്. അപ്പോൾ ഇത്തിബാഅ് നല്ല സുഖമായിരിക്കും. അള്ളാഹു ആ മഹബത്ത് നൽകി അനുഗ്രഹിക്കട്ടെ. അൽഹംദുലില്ലാഹ്.